ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓവനിൽ ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ ബേക്കിംഗ് പൗഡറും വേണം, ബേക്കിംഗ് സോഡയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട മിക്സ് ഒരു 2-3 പ്രാവശ്യം ഞാൻ നന്നായിട്ട് അടഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് വേണ്ട, 3/4 കപ്പിൽ കുറച്ചിട്ട് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാരയും അതുപോലെ തന്നെ ഓയിലും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 മുട്ട വേണം കേട്ടോ. അപ്പം ആദ്യം ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം, എന്നിട്ട് അതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് ഒരു അടുത്ത മുട്ട ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. 1 by 1 ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഇടഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പില്ലേ, അതിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ കൂടെ എടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ള നമ്മുടെ കേക്ക് ബാറ്റർ ഉണ്ടല്ലോ, ഇതിന്നൊരു 1/2 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ മിക്സും ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൗളിൽ കൊക്കോ പൗഡറിൻ്റെ കേക്ക് ബാറ്റർ ഉണ്ട്, ഒരു ബൗളിൽ ഇതാ നമ്മുടെ വാനില കേക്ക് ബാറ്റർ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ബേക്കിംഗ് ടിന്നിൽ ഒഴിക്കാമെന്നൊന്ന് നോക്കാം. അങ്ങനെ ഇതാ ഞാനിവിടെ ബേക്ക് ചെയ്യാനുള്ള ട്രേ ഞാൻ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മൈദമാവിൽ. അപ്പോൾ ഇത് മക്കൾക്ക് ഒരു ഡോണറ്റിൻ്റെ മക്കൾക്ക് ആ ഒരു ഷേപ്പിലാണ് വേണ്ടതാണ്. ഞാൻ സാധാരണ അതുപോലെ തന്നെ മാർബിൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഷേപ്പിലായിട്ട് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ അതിൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ ചുറ്റിലും ഇതുപോലെ ബട്ടർ ഒന്ന് തടവിയിട്ട് ഞാൻ മൈദ തൂവിയെടുക്കും. എന്നിട്ട് നമ്മുടെ ബേക്കിംഗ് ടിന്നിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇനി നമുക്ക് ഇതിന് ചുറ്റിലും ഇങ്ങനെ നമ്മുടെ മാർബിൾ കേക്കിൻ്റെ ബാറ്ററി വെച്ച് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 1 ടേബിൾ സ്പൂൺ വാനില മിക്സ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് വാനില ചോക്ലേറ്റ് അങ്ങനെ ഈ ട്രേ ഫുള്ള് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാനിവിടെ കേക്ക് ബാറ്ററി ഫുള്ള് ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇതിനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ വേണം. ഇനി നമുക്കിതിനെ ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആയത് ഓവനിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു 25 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ഓവൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കേക്ക് കൂടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്കിതിനൊന്ന് ഈ ട്രേന്നൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.